ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. കുറേ ദിവസമായി വീഡിയോസ് ഡെയിലി ഇടണം ഇങ്ങനെ കരുതും മക്കളെ. ഒന്നാമോ ഒഴിവില്ല. കൈയൊക്കെ റെഡി ആയി വരുന്നു കേട്ടോ. എന്നാലും നമ്മളെ ഒരു ലേഹമുണ്ട്, നട്സിന്റെ ലേഹം ഇപ്പോഴും അവൈലബിൾ ആട്ടോ. ഈത്തപ്പഴ ലേഹമാണ് ഇപ്പൊ അവൈലബിൾ ഇല്ലാത്തത്. ഒന്നാമത് കൈ കൊണ്ട് വയ്യാട്ടോ. മറ്റേ റിവ്യൂ ഒരുപാട് കിട്ടണതാണ്, കുട്ടികൾ കഴിച്ചു കൊണ്ടിരിക്കണതല്ലേ. അപ്പോൾ നട്സ് ലേഹം ഉണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്നൊരു കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാന്ന് കരുതി. ഇതെന്താ സാധനം എന്നായിരിക്കൂലേ? നല്ല ഭംഗിയില്ലേ മക്കളെ? എന്ത് ഭംഗിയില്ലേ പവിഴ മുത്തുകളില്ലേ? ഇതൊക്കെ കുട്ടികള് കോളേജിൽ പഠിക്കണ കുട്ടികള്, അതുപോലെ ഇങ്ങനെ കൊണ്ടെടുക്കണ മക്കളൊക്കെ ഉണ്ടാവൂലേ. ഇതൊക്കെ മീഷോന്നും ഇന്ത്യന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ആണ് കേട്ടോ. ഈ സാധനം എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. ഇത് കിട്ടിയപ്പോൾ തന്നെ ഷെയ്മോളെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഓളൊന്ന് മീഷോയിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ 4000 3000 ഒക്കെയാണല്ലോ ഇതിന്റെ റേറ്റ്. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാന്? അപ്പൊ പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്കൊരു ആൾ അയച്ചു തന്ന കേട്ടോ. ഇതിന്റെ പഠന ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യണ ആളാണ്. 3 മാസത്തെ കോഴ്സാണ് കേട്ടോ. ഇതുപോലെ വെറൈറ്റി ബാഗുകൾ, അടിപൊളി ബാഗുകൾ ഉണ്ടാക്കും കയ്യിൽ കേട്ടോ. കൈകൊണ്ട് ഉണ്ടാക്കണതാണ്, മുത്തുകൾ വെച്ച് കണ്ട് കേട്ടോ. ഇത് പഠിപ്പിച്ച് തരും കേട്ടോ നിങ്ങൾക്ക്. 3 മാസം കൊണ്ട് ചെറിയ ഫീസിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് വിൽക്കാനും. ഇത് മാത്രമായിട്ടല്ല കേട്ടോ, എല്ലാ എന്താ പറയുക മുടിമിടണത്, അതുപോലെ ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ, വള, ഇങ്ങനത്തെയൊക്കെ മുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കണ്ട് മുഷിക്കുകയാണല്ലേ. ഞങ്ങളോട് എപ്പോഴും പറയലുണ്ട്, വീട്ടിലിരുന്ന് കണ്ട് ഇങ്ങനെ അന്തം വിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന്. ഒരുപാട് ആളുകൾ എനിക്ക് വിളിക്കണം കേട്ടോ. പക്ഷെ ഇങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലേക്ക് ഒരു സമാധാനമാണ്. കാര്യം ഇങ്ങനെ അന്തം വിട്ട് ഇരിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെറിയ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ട് ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, ബണ്ണ് വിറ്റ് കണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അല്ലേ. എല്ലാവരും അന്ന് എന്നെ കളിയാക്കിയിരുന്നു. ബണ്ണ് പറഞ്ഞ കാക്കു വരെ എന്നെ കളിയാക്കിയ ആളാട്ടോ. അപ്പൊ കാക്കു ചീത്താറി എൻ്റെ 5 റുപ്യേൻ്റെ ബണ്ണ് ആരാ വാങ്ങുക വെച്ചാണ്. ഇന്ന് ഞാൻ ബണ്ണ് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാൻ കഴിയായിട്ടാട്ടോ. നല്ല ഒരു വരുമാനം തന്നെയാണ്. നമുക്ക് വീട്ടിലിരുന്ന് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കുക. ഇതിനൊക്കെ ആവശ്യക്കാർ ഒരുപാടാണ് കേട്ടോ. നമ്മൾ അവിടുന്നും ഇവിടുന്നൊക്കെ വാങ്ങലുണ്ടല്ലേ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ചെറിയ മുത്തുകൾ. ഇതിപ്പോൾ കാര്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഴ്സുകൾ പഠിപ്പിച്ച് തരിക. 3-4 ഐറ്റംസ്, ഭയങ്കര 3-4 ഐറ്റംസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലുപരി 3-4 ഐറ്റംസ് വേറെ സെപ്പറേറ്റ് ആയിട്ടും അവർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 3 മാസം കൊണ്ട് ചെറിയ ഒരു ചെറിയൊരു കോഴ്സുമാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ വീട്ടിലിരുന്ന് കണ്ട്. ഇതുപോലെ മാല, മുത്ത്, ഓർണമെന്റ്സ്, കമ്മല്, പിന്നെ അവർക്കൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. S4 ആർട്ട് നടിച്ചാൽ മതി കേട്ടോ. ഒന്ന് മെൻഷൻ ചെയ്യാണ് ഞാൻ. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കാണ്ട് നോക്കിയാൽ മതി എന്താണ് സംഭവം. പുറത്ത് പറഞ്ഞിട്ട് മനസ്സിലാണെന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ എന്താ യൂട്യൂബ് ചാനലുണ്ട് S4 ആർട്ട്. അതിലൊന്ന് കയറിക്കാണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എന്തൊക്കെയാണ് മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ. S4 4 കേട്ടോ ആർട്ട് ഒന്ന് നോക്കേണ്ടി കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസുകൾ ഇത് അവർ കാര്യമായിട്ട് പഠിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുത്തും പവിഴമൊക്കെ അവർ തരും. ചെറിയ വിലക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ട് തന്നെ ചെയ്ത് പഠിക്കാം. ഇത് പഠിപ്പിച്ച് തരും. 3 മാസം കൊണ്ട് ഇതുപോലുള്ള ബാഗുകൾ നല്ല ഭംഗിയില്ലേ, നമ്മുടെ സ്ക്രീനിൽ കാണിച്ച അതുപോലുള്ള ബാഗുകളൊക്കെ അവർ ഉണ്ടാക്കി തരും കേട്ടോ. ഉണ്ടാക്കിയല്ല, പഠിപ്പിച്ചു തരും നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാനും പറ്റും കേട്ടോ. അതേപോലെ വേറെ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതവരെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് മുടിമിടണതും കയ്യുമിടണതും എവിടെ ഇടണ്ട് അവിടെ ഇടുന്നതൊക്കെ അവർ പഠിപ്പിച്ചു തരും. അത് നിങ്ങൾക്ക് തരും ചെയ്യും. ഇതുപോലുള്ള മുത്തുകൾ, ഹെർബൽ മെറ്റീരിയൽസുകളൊക്കെ അവരെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ചെറിയതായിട്ടൊക്കെ നമുക്ക് വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് കണ്ട് ചെയ്ത് നോക്കാം. 3 മാസത്തെ കോഴ്സാണ് അവർ പഠിപ്പിച്ചു തരും. ചെറിയൊരു ഫീൽ കേട്ടോ. അവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളി. വിളിച്ചിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ടി. ഓരോരുത്തരും ഓരോ തിരക്കിലായിരിക്കൂലേ. അപ്പോൾ അവർ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ അവരെ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, ചുരിദാറൊക്കെ ഇട്ടുകാണ്ട്. പിന്നെന്താ
ഇത് താത്ത എനിക്ക് ഗിഫ്റ്റ് തന്നാട്ടോ ചുരിദാറ്. നല്ല ഭംഗിയില്ലേ? നമ്മളെ ഒരുപാട് സ്നേഹിക്കണ മുത്തുമണികളാണ് കേട്ടോ. ഇതൊരു പരസ്യമായിക്കാണ്ട് പറയുന്നല്ല കേട്ടോ, പരസ്യമൊന്നുമല്ല. അവര് ആദ്യം മുതലേ നമ്മളെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്ന ആളാണ്. പിന്നെ അപ്പോൾ നമുക്ക് ഒരു സന്തോഷത്തിന് ഒരു ഗിഫ്റ്റ് തരുമ്പോൾ അല്ലേ, നമുക്കത് ഒരു 5 റുപ്യേൻ്റെ സാധനമാണെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിക്കാണ്ട് നമുക്ക് സ്നേഹത്തോടെ കൈ നീട്ടുമ്പോൾ അല്ലേ, നമ്മളടുത്ത് ഉണ്ടെങ്കിലും നമുക്കതൊരു ഭയങ്കര സന്തോഷം. എൻ്റെ കാര്യത്തിൽ അങ്ങനെ കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ കേട്ടോ. ഒരാൾ ഗിഫ്റ്റ് തരുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ചുരിദാറ് നല്ല ഭംഗിയല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എനിക്കൊരു നെക്ലേസും തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് നെക്ലേസ് കാണാൻ. പൈസയൊക്കെ ഉണ്ടാവുമ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള ഒരു പവൻ വാങ്ങണം എനിക്ക്. പിന്നെന്താ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയോ? പിന്നെന്താ നിങ്ങളോട് പറയാനുള്ളത്, വീട്ടിലിരുന്ന് കണ്ട് വെറുതെ ഇരുന്ന് മുഷിയണ്ട. ഇതുപോലെ ചെറിയ കോഴ്സ് 3 മാസത്തെ കോഴ്സല്ലേ ഉള്ളൂ, അതിനൊക്കെ ചേർന്നിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ പറയും താത്ത ഇതൊന്നും ഫാൻസിയിൽ കൊണ്ടുപോയി കൊടുത്താൽ എടുക്കൂല, ഇങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ നമ്മൾ ബണ്ണുണ്ടാക്കിയെന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കൊണ്ടുപോയി കൊടുക്കലുണ്ട്, എടുക്കലുണ്ട്. ഒരുപാട് കസ്റ്റമറിൻ്റെ അടുത്തുനിന്ന് സ്ഥിരം വാങ്ങിയോണ്ട് ഇപ്പോഴും ഞാൻ അവർക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട് നമുക്ക് ഈ ബൺ മെറ്റീരിയൽസ് വാങ്ങണം കേട്ടോ. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് അതിൻ്റെ ഐഡിയകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം എങ്ങനെ സെയിലിങ് കാര്യങ്ങളൊക്കെ അത് ആദ്യം നിങ്ങളിത് പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് താനെ മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കാണും തന്നെ ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചെയ്തും തരും, ചെയ്യാൻ പഠിപ്പിച്ചും തരും. നമ്മളെ ഷെയ്മോള് പറയുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ? പിന്നെ ഇതിന്റെ മലറാട്ടോ, മഹർ ണ്ടോ? നല്ല ഭംഗിയില്ലേ കാണാന്? ഇടക്കിടക്ക് മൊഞ്ചത്തിയാട്ടെ, അതല്ല രസം മക്കളെ. കല്യാണത്തിന് പോയി വളയും മാലയും ഒക്കെ ഇട്ടുകട കേട്ടോ. ഒക്കെ കഴിഞ്ഞകാണ്ടിനോട് അവിടെ ചെന്നപ്പോ കുടുംബക്കാര് വെച്ചാ എന്താ പൂവിയെ കജുമ്പലും കൗത്തൂലൊക്കെ ഉണ്ടല്ലോ, കാതിലിടാൻ മറന്നു. കാതില് വാങ്ങിയിരുന്നു, ഇടാൻ മറന്നതാട്ടോ. തിരക്കൊണ്ട് അവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ, അതിന്റെ പടക്കാണ്. അപ്പൊ ചുരിദാർ ഇഷ്ടപ്പെട്ടോ? ഇത് അവർ എനിക്ക് ഗിഫ്റ്റ് തന്നാട്ടോ. ഒരുപാട് ഇഷ്ടമുണ്ട് കേട്ടോ. നമുക്ക് നമ്മളെ സ്നേഹിക്കണം മുത്തുമണിയാണ് തോന്നണം. അപ്പൊ ഇങ്ങക്ക് അങ്ങനത്തെ കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വെച്ചോളി. എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് വെച്ചോളി. വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാനും ഇതുപോലെയൊക്കെ വാങ്ങാനും അപ്പൊ നമുക്ക് ഒക്കെ കഴിയും കേട്ടോ. നമുക്ക് കയ്യില എന്ന് പറഞ്ഞിരുന്ന കയ്യില. നിങ്ങൾക്ക് അറിയാലേ ലേഹം ഉണ്ടാക്കണ കഥകൾ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ഈ കുട്ടികളെയും മക്കളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യണം. നമുക്ക് ചെയ്യാൻ കരുതുന്ന് കരുതിക്കാണ്ട് നമ്മളങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബയിൽ നമുക്ക് റഹ്മത്തും ബർക്കത്തൊക്കെ തരും കേട്ടോ. അപ്പൊ ഇതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിനിപ്പോ 2 ആളുകൾ കടിപിടി കൂടി നിൽക്കുക കേട്ടോ. ഷൈബോളോ ഇച്ചോട്ടോ 2-നുമാണല്ലോ. നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. മക്കൾക്കായിട്ടല്ല കേട്ടോ, പുതിയ കുട്ടികൾക്കൊക്കെ അല്ലേ, കല്യാണം കഴിഞ്ഞ മക്കൾക്ക് ഓൾക്ക് ഇതുപോലെയൊക്കെ കൊണ്ടെടുക്കാൻ നല്ല രസം. ചുരിദാർക്കൊക്കെ ഇങ്ങനെ ഇട്ടെടുക്കാൻ ഇങ്ങനത്തെ പല മോഡലുകളും അവർ 4 ടൈപ്പ് ആ സ്ക്രീനിൽ കാണിച്ച പിന്നെ 4 ടൈപ്പും കൂടി അവർ പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് മുത്തായിട്ട് നിങ്ങൾക്ക് തരും, ബൾക്കായിട്ടും അതേപോലെ ലേസായിട്ടും ഒക്കെ നിങ്ങൾക്ക് തരും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തരും. പിന്നെ അവരെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ 3-4 ദിവസം മുന്നേ നമുക്ക് ഒരാൾ വിളിച്ചിരുന്നു കേട്ടോ. ഒരു ഇത്താത്ത വിളിച്ചിരുന്നു. ഞാൻ അന്ന് ഇതിലായിരുന്നു കേട്ടോ, ഷിപ്പിങ്ങിൽ. മരിബാഗ് കഴിഞ്ഞാൽ ഞാൻ ഈ ഷിപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകും, ഓരോ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകും കേട്ടോ. അന്ന് ഞാൻ ഒരു ഇത്താത്ത വിളിച്ചിരുന്നു. ഇപ്പം ഇന്നിപ്പം ഞാൻ കുളിച്ചപ്പോൾ നമുക്ക് പല മറതികളാണ് അല്ലേ. ഇങ്ങനെ കുളിച്ചപ്പോഴാണ് ഞാൻ അപ്പം നമ്മളെ വാൾപ്പാറ ദുരന്തം കഴിഞ്ഞില്ലേ, ആ ദുരന്തം കഴിഞ്ഞ് പാങ്ങലെ നമ്മളെ അധ്യാപികമാരൊക്കെ ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ കേൾക്കുമ്പോൾ. കർച്ചോനെ അതുപോലെയുള്ള മഹാദുരന്തങ്ങളും തൊട്ടൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിനും വേണ്ടി നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. അവരെ കുടുംബത്തിനും ഒക്കെ വേണ്ടി, സമാധാനത്തിനും ക്ഷമക്കും വേണ്ടി കണ്ടപ്പോൾ നമുക്ക് ദുആ ചെയ്യാം കേട്ടോ. പിന്നെന്താ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. 2 ദിവസം എൻ്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് അങ്ങനത്തെ കിട്ടിയ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഞാനിങ്ങനെ കണ്ടപ്പോൾ കാക്കു പറയും ഇതന്നെ ടൂറ് പോയാലേ പാത്തുമാർ മക്കളെപ്പോഴും പറയും ടൂറ് പോകണം. അന്ന് നിങ്ങൾ പൈസ അല്ല അങ്ങനെ ഇന്നും പൈസ ഉണ്ടായിട്ടല്ല, മക്കളെ ഇഷ്ടമാണ് കേട്ടോ.
ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പോവാനൊക്കെ കുട്ടികളിങ്ങനെ എപ്പോഴും പറയും പെരുന്നാൾക്ക് പോവാൻ കാക്കൂന് ഭയങ്കര പേടിയാണ്. ഇതുപോലെ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ട് പോയാലേ കുറച്ചൊക്കെ വലുതാട്ടെ മക്കൾ അറിയും. എന്തായാലും ആ കുടുംബത്തിന് റബ്ബ് ക്ഷമ കൊടുക്കട്ടെ അല്ലേ. നമ്മളെപ്പോലെ മനസ്സും ശരീരവും മക്കളും കുട്ടികളൊക്കെ അല്ലേ നേരം വെളുത്ത് അന്തിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ച് പോയ വ്യക്തികളായിരിക്കും. നാളേക്ക് ഞാൻ വന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണ വ്യക്തികളായിരിക്കും അല്ലേ. നമ്മളൊക്കെ അമ്മമാർ ടീച്ചർമാരായാലും ഉമ്മമാർ മനസ്സിലുണ്ടാവും, ചേച്ചിമാരും ഉമ്മമാരും മനസ്സിലുണ്ടാവും. നാളെ ചെന്നിട്ട് നമ്മളെ മക്കൾ എവിടെ ആയിരിക്കും, പേരക്കുട്ടികളുടെ ഇതൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ ഭയങ്കര എന്താ പറയണ്ട അറിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എനിക്ക് കുറേ കാലത്തിന് ശേഷം നല്ലൊരു തലവേദന വന്നു കേട്ടോ. അങ്ങനെ തലവേദന വരലില്ല, മൈഗ്രീൻ്റെ തലവേദന. പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മളെ ഹെയർ ഓയിൽ ഉപയോഗിക്കണം അവിടുന്ന് തൊട്ടിട്ട് നമുക്കിപ്പോൾ അങ്ങനെ വല്ലാതെ തലവേദന വരില്ല. പക്ഷേ ഓവർ ടെൻഷനും കാര്യം ഉറക്കൊഴിച്ചാൽ ഏത് എണ്ണ തേച്ചിട്ടും കാര്യമില്ല, നമുക്ക് മൈഗ്രീൻ്റെ തലവേദന വരും. എനിക്കിപ്പോൾ ഞാൻ ആ ഷോർട്സൊക്കെ തുറക്കുമ്പോൾ തന്നെ അങ്ങനത്തെ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കുളിച്ചപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ആ ഇത്താത്ത വിളിച്ചത് കേട്ടോ. നമ്മൾ എപ്പോഴും എന്തൊരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കണം. മനുഷ്യന്മാരെ മറന്നു പോകും. എന്നും ആ ഇത്താത്ത എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. അന്ന് എന്നോട് കരഞ്ഞു കുറേ സംസാരിച്ചു കേട്ടോ. അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ വിളിച്ചപ്പോൾ റിഷ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും എന്താ കാണുക, ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പൈസക്ക് എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ നമ്മൾ കരുതുക അല്ലേ. പക്ഷേ ഞാനും പൊതുവെ അങ്ങനെ കരുതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു താത്താനോട് ആയിക്കോട്ടെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്തു തരാമല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ കാണല് കേട്ടോ. ഞാൻ വന്ന വഴി പുറത്ത് വെച്ചോണ്ട് ഭയങ്കര ശബ്ദം കേട്ടോ വണ്ടി കയറുന്ന. ഞാൻ വന്ന വഴി ഞാൻ എപ്പോഴും ഓർക്കലുണ്ട് കേട്ടോ. നമ്മളത് മറക്കാൻ പാടില്ല. നമ്മൾ വന്ന വഴികളിലെ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ അവർ ഫോൺ എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരുമോ ചോദിച്ചപ്പോൾ എൻ്റെ ചിന്ത ആ ഭാഗത്തേക്കാണെങ്കിലും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ നമ്മൾ പറയാലോ പൈസ അല്ല കേട്ടോ റിഷ എന്ന് പറഞ്ഞു. സാമ്പത്തികം കൊണ്ട് അൽഹംദുലില്ലാ അപ്പം കുഴപ്പമൊന്നുമില്ല, അങ്ങനെ റാത്തായി പോണു. എനിക്കും വേണ്ടി ഒന്ന് ദുആ ചെയ്യോണ്ടിയായിരുന്നു. എന്നോട് മാത്രമല്ല കേട്ടോ, ഞാനിത് ഇങ്ങളോടും കൂടി പറയണത് എന്താ വെച്ചാൽ ഇങ്ങളോട് പറയാൻ പറഞ്ഞ കാര്യമാണ്. 3-4 ദിവസമായിട്ട് ഞാൻ മറന്നു പോയി. എൻ്റെ നെഞ്ഞിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. ആരാ എന്താ ഓർമ്മയില്ല, പല രീതിയിലുള്ള മനുഷ്യന്മാരല്ലേ. ഇന്നലെ ആ ദുരന്തം കഴിഞ്ഞ് അവിടുന്ന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യം. ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഗ്ലൂക്കോസൊക്കെ കയറ്റി പോന്നു കേട്ടോ. എന്നിട്ട് ഇന്നിപ്പോൾ കുളി കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഒരു മനുഷ്യൻ എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എന്നോട് ദുആ ചെയ്താൽ പറഞ്ഞു ഞാൻ അപ്പം തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. സാരില്ലാത്തൊക്കെ ശരിയാവും, ഞാൻ നിങ്ങൾക്കും വേണ്ടി പഠിച്ചവനോട് പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അന്ന് നമ്മൾ നിസ്കാരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തൂലേ അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയുമ്പോൾ. പക്ഷേ നിങ്ങളോടും കൂടി പറയാൻ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് മറന്നു പോയോണ്ടേ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ആ ഇത്താക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. എന്തിനാണ് അവരത്രയും പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം തിന്നാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഭക്ഷണം അറക്കാൻ വയ്യ, ക്യാൻസർ രോഗിയാണ്. അവർക്ക് എവിടെ ക്യാൻസർ ഞാൻ ചോദിച്ചില്ല കേട്ടോ. ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം എൻ്റെ ഏട്ടത്തിക്കൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞ കൺമുന്നിന്ന് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ കേട്ടോ. അവള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ എന്നോട് പറയുവോള് എടി ഈ വെള്ളം എന്തെങ്കിലും കുടിച്ചോ, ജ്യൂസ് എന്തെങ്കിലും കുടിച്ചോ, ഈ ഇങ്ങനെ പട്ടിണി കിടക്കണ്ട പറയാം. അന്നൊന്നും നമ്മളെ ഇച്ചുള്ളൂ കേട്ടോ, ബേബിയാളൊന്നുമില്ല. അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. ഞാനും കാക്കു തന്നെയായിരുന്നു ഓളെ നോക്കിയിരുന്നു. ഒക്കെ കാര്യമായിട്ട് ഒരുപാട് കൊണ്ടുനടന്നിട്ടുണ്ട് നമ്മൾ ആ കൊറോണ കാലത്ത് കേട്ടോ. അപ്പോൾ എന്നോട് അറിയോള് എടിജി എന്തെങ്കിലും പക്ഷെ ഞാൻ കഴിക്കണില്ല, കരുതിക്കണിച്ച് കഴിക്കാൻ കരുതേ അറിയും. എന്നിട്ട് എനിക്ക് ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതി. അതിൽക്കൂടെ ഇവിടുന്ന് ഇറങ്ങായിട്ടേ ഭക്ഷണം ഇറങ്ങൂല, എന്നാൽ വെള്ളമെങ്കിലും ഇറങ്ങാനും വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കടൻ്റെ മുന്നിൽ ഇങ്ങനെ പോയിക്കുമ്പോൾ എല്ലാം ഉണ്ടാവും, ഭയങ്കര വിഷമം. നമുക്കുണ്ടാവുമല്ലോ 10-11 മണിയായ വിറയൽ. അതിങ്ങനെ നോക്കിയിട്ട് ഞാൻ വാങ്ങി കഴിക്കൂല, എനിക്ക് ഭയങ്കര ഇടങ്ങാറാട്ടോ. കാരണം നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ സ്വത്തുണ്ടായിട്ടും മുതലുണ്ടായിട്ടും ഒന്നും കാര്യമില്ല, പൈസ ഉണ്ടായിട്ടും ആളുണ്ടായിട്ടും ഒന്നും കാര്യം. ഒരു നേരത്തെ നമുക്ക് ശ്വസിക്കാനും നേർക്ക് ഇത്രയും വായു ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടിട്ടും നമുക്കൊരു നേരം ശ്വസിക്കാനും ഒരു തുള്ളി വെള്ളം കുടിക്കാനും കഴിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ട്. ഇത്രയും ഞാൻ പറയണം എന്താ വെച്ചാൽ എല്ലാവരും ആ ഒരു സഹോദരിക്കും വേണ്ടി ദുആ ചെയ്യേണ്ടി. അതേപോലെ നമ്മളെ ദുരന്തത്തിൽപ്പെട്ട
മരിച്ചു പോയവർക്കും അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടി എല്ലാവരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ടോ. നമ്മളോടൊരു വാക്ക് പറയുമ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന മാത്രം പോരാ. എന്നോട് അന്ന് ആ വ്യക്തി എന്താ പറഞ്ഞത് നൊറേഷ, എൻ്റെ പ്രാർത്ഥന മാത്രം പോരാ, എല്ലാവരോടും ഈ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ കേട്ടപ്പോൾ. ഇന്നലെയാണ് ഇപ്പം ഞാനത് അത്രയും ഞാൻ ആ തലവേദന ആയിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആ ദുരന്തം ഇങ്ങനെ നമുക്ക് ഈ ഷോട്ട് തുറന്ന ഈ ചാനലുകൾക്കും തന്നെയല്ലേ പണി, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, എന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെന്നെ വന്ന് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഓവറായിട്ട് കേട്ടിട്ടായിരിക്കും എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ വന്ന്. അപ്പം ഞാൻ ഇന്നലെ ഇഞ്ചക്ഷൻ വെച്ച് കിടന്നപ്പോഴും ഞാൻ ഈ താനെ പിന്നെ ആലോചിച്ചു കേട്ടോ, റബ്ബേ എന്നോടൊരു കാര്യം അവരെ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് ഞാനത് നിങ്ങളോട് പറഞ്ഞില്ല. എൻ്റെ ദുആ മാത്രം പോരട്ടോ റിഷ, നീ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അന്നേ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നതാണ്. അപ്പം അത്രയും നല്ല മനുഷ്യന്മാർ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണുണ്ട് എന്ന് വിശ്വസിക്കണ ആളാണ് ഞാൻ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആണ് എനിക്ക് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ അന്നും ഇന്നും നല്ല രീതിക്കേ വീഡിയോസ് ഇടലുള്ളൂ. ഒരു അനാവശ്യ കാര്യങ്ങൾ നമ്മളെ വീഡിയോസിൽ ഇടലില്ല. ആരെങ്കിലും എന്തേലും പറഞ്ഞത് റേഷൻ വീഡിയോ നമ്മൾ ചെയ്യലില്ല. അത് എന്തൊരു കാര്യം, ഒരു ചാറ്റിൻ്റെ എന്ത് പ്രശ്നമായാലും നമ്മളായിട്ട് ഒരു ഇതിൽ ഇറങ്ങിയിട്ട് ചെയ്യലില്ല. ആരെങ്കിലും ചെയ്ത് തന്ന് അർഹതപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ ചെയ്യലുള്ളൂ. അപ്പം ആ ഒരു സ്നേഹവും ആ ഒരു ബഹുമാനവും ആ ഒരു വിശ്വാസവും നിങ്ങൾക്ക് എന്നും എന്നിലുണ്ട് എന്നറിയാം. അതുകൊണ്ടായിരിക്കാം എന്നോട് അത്രയും ഹാർട്ട് ടച്ചായിട്ട് പറഞ്ഞത്. പക്ഷെ എൻ്റെ പ്രാർത്ഥന മാത്രം പോരാ, വീഡിയോസിൽ ഒന്ന് പറയണേ എല്ലാവരോടും എനിക്കും വേണ്ടി ദുആ ചെയ്യാനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സങ്കടമായി കേട്ടോ. കാരണം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വെള്ളം ഇറക്കാനും വേണ്ടിയിട്ടാണ് അവർ ദുആ ചെയ്യാൻ പറഞ്ഞത്. ആ സഹോദരിക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അല്ലേ ഒരു ആഫിയത്തും ആയുസ്സും ദീർഘായുസിനും നീട്ടിട്ട് കൊടുക്കട്ടെ റബ്ബ്. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അല്ലേ. അതിനു വേണ്ടി എല്ലാവർക്കും ദുആ ചെയ്യാം. ആമീൻ. അതേപോലെ വാൽപ്പാറയിൽ അല്ലേ അവിടെ അപകടം നടന്ന പാങ്ങിൽ നമ്മളെ ടീച്ചർമാർക്കും അവരെ കുടുംബത്തിനും പിന്നെ അത്യാഹിത വിഭാഗത്തിൽ 2-3 ആളുകളുണ്ട് പറഞ്ഞു. അവർക്കൊക്കെ പെട്ടെന്ന് മാറിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, അതിനു വേണ്ടി ദുആ ചെയ്യണം. ഇങ്ങനെയൊന്നും ഞാൻ എൻ്റെ വീഡിയോസിൽ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര രണ്ടും കൂടി ഇങ്ങോട്ട് മനസ്സിങ്ങോട്ട് ഭയങ്കര ടെൻഷനായിട്ട്. നമ്മളെപ്പോഴും നമ്മളെ മാത്രം പറ്റി ചിന്തിച്ചാൽ പോരാ, പുറത്തുള്ള ആളുകളെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ അടിയിൽ എങ്ങനെ കഴിയണ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിനും അകല്ലാതെ എങ്ങനെ തിന്നുന്ന് ആലോചിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അതേപോലെ എവിടുന്നെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതേപോലെ ജാതി അസുഖങ്ങൾ വന്ന് കണ്ടും കോവിഡ്, അവർക്കൊക്കെ റബ്ബ് സമാധാനം എല്ലാം കൊടുക്കട്ടെ. പിന്നെ ആ സഹോദരിക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ. നമ്മൾ പേടിച്ചൊന്നും വേണ്ടത്ത. എൻ്റെ ഇടത്തിയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കാനും കൂടി കഴിയാതെ ഞാൻ കഴിക്കലില്ല. അവളെ മുന്നൊന്നും കഴിക്കലില്ല. അവൾ ഭക്ഷണത്തിന് പറഞ്ഞയച്ചാൽ ഞാൻ പോകലുമില്ല. അവൾക്ക് ജ്യൂസ് വാങ്ങിക്കണേ എനിക്കൊരു ജ്യൂസ് വാങ്ങും, അവള് കുടിക്കണ പോലെ ഞാനും കുടിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളുണ്ട്. അപ്പം എന്താ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു വ്യക്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലേ, അപ്പം നിങ്ങളൊക്കെ ചോറ് തിന്നണ നേരമായിരിക്കും, ചിലപ്പോൾ ചായ കുടിച്ചണ നേരമായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ദുആയിൽ ആ ഒരു ആളെ എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. അവർക്ക് അത്രയും വിഷമത്തോടു കൂടി പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പൈസ തരുമോ, ഒരു സാമ്പത്തികമായിട്ട് അതൊന്നും അല്ല അവർ ചോദിക്കുന്നത്. ശ്വസിക്കാൻ വായു ഇത്രയും ഉണ്ടായിട്ടും ശ്വസിക്കാനും കഴിയണില്ല, ഭക്ഷണം കഴിക്കാനും കഴിയണില്ല എന്ന് പറയുമ്പോൾ അത് ഈ ഒന്ന് വീഡിയോസിൽ പബ്ലിഷ് ചെയ്ത് നമ്മളെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ദുആ കിട്ടുമ്പോൾ ആരെ ദുആ പഠിച്ചോ സ്വീകരിക്കാൻ പറയാൻ പറ്റൂല റിഷ. എൻ്റെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴേ ഇത്രയും ഞാൻ പറയണത്, നിങ്ങളൊക്കെ ദുആയിൽ ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ചൊല്ലിക്കാണ്ട് ഇവർക്കൊക്കെ വേണ്ടിക്കാണ്ട് ഒന്ന് ദുആ ചെയ്യോണ്ടി കേട്ടോ. നമുക്കൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരാ, ആ നിസ്കാരത്തിൽ ചിലപ്പോൾ നമ്മൾ മറക്കും ദുആ ചെയ്യാൻ. ഇപ്പം ഞാൻ പറയുമ്പോഴൊന്ന് ദുആ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫാത്തിഹ സൂറത്ത് ആ ഒരു ഉമ്മാക്കും വേണ്ടി, സഹോദരിക്കും വേണ്ടി, അവരെ ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്നും രക്ഷ നേടാനും വേണ്ടിയിട്ടും, അതേപോലെ നമ്മളെ പാങ്ങിലെ സഹോദരന്മാർക്കും വേണ്ടിയിട്ടും അവരെ കുടുംബത്തിന് ക്ഷമ കിട്ടാനും വേണ്ടിയിട്ടും ഒരു ഫാത്തിഹ സൂറത്ത്. ഇനിയിപ്പോൾ മുസ്ലിങ്ങളല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നിങ്ങളൊക്കെ ഒരു ദുആ, ആരെ ദുആ പ്രാർത്ഥനയാണ് ഫലിക്കുക പറയാൻ പറ്റൂല അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നല്ല സന്തോഷത്തിൽ തുടങ്ങിയ ആ സങ്കടത്തോടു കൂടി അവസാനിച്ചു. ഞാൻ പറയുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഞാൻ ഇന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യം
എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കണേ ഞാൻ ദുആ ചെയ്യും. നിങ്ങളോടും കൂടി പറയാൻ പറഞ്ഞ കാര്യം ഞാൻ പറയാക്കുമ്പോൾ അത് എത്രേ വലിയ ശിക്ഷയാണ് അല്ലേ. നിങ്ങളെ ആരെങ്കിലും ഒരു ദുആണ്ട് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കണമെങ്കിൽ അൽഹംദുലില്ലാ എനിക്കും അതിനുള്ള പ്രതിഫലം, നിങ്ങൾക്കും അതിനുള്ള പ്രതിഫലം, അവർക്കും ഒരു സമാധാനം അല്ലേ. പഠിച്ചോന് എല്ലാവർക്കും ഹയറും ബർക്കത്തും സമാധാനവും ഒരുപാട് ദീർഘായുസ്സും ഒക്കെ തരട്ടെ. അതിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്കൊക്കെ ഖബർ ജീവിതമൊക്കെ നല്ലതാക്കി കൊടുക്കട്ടെ. ലോകത്തും പരലോകത്തും സ്വർഗപൂങ്കാവനത്തിലാക്കി കൊടുക്കട്ടെ. ഇത്രയൊന്നും ഞാൻ ദുആ ചെയ്യലില്ല. ദുആ ചെയ്യണം. അത്രയും 2 ദിവസമായിട്ട് ടെൻഷനായിട്ടാട്ടോ. കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ തലവേദന വന്നു എന്ന് പറയുമ്പോൾ തലക്ക് അത്രയും പ്രഷർ കൊടുത്തിട്ടാണ്. ഒന്ന് നമുക്ക് മൈഗ്രൈൻ്റെ തലവേദന മാറണമെന്നുണ്ടെങ്കിൽ ഉറക്ക് ശരിയാവണം, നമ്മളെ മെൻ്റലി ശരിയാവണം, ഫിസിക്കലി ശരിയാവണം, അതുപോലെ ഫുഡ് ശരിയാവണം, എല്ലാം ശരിയാവണം. നമുക്ക് മനസ്സമാധാനം കിട്ടണം. മനസ്സമാധാനം കിട്ടിയാലേ നമുക്ക് അപ്പോൾ എല്ലാം അൽഹംദുലില്ലാ റാത്തായി പോണ ഇടയിൽ നമുക്ക് ഈ മെൻ്റലി ആയിട്ട് ഇത് ഇങ്ങനെ 2 ദിവസമായിട്ട് ഇതിങ്ങനെ കണ്ടിട്ടേ അതൊന്നും താങ്ങാൻ കഴിയൂല നമുക്ക് അല്ലേ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓല സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. വീട്ടിലിരുന്ന് കണ്ട അന്ന് വിട്ട് കണ്ട പിന്നെ ഈ ചെറിയ വൈകല്യം കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികളുണ്ടാവും, മാനസിക സമ്മർദ്ദമുള്ള കുട്ടികൾ. ഓൽക്കൊക്കെ നിങ്ങളെ വീട്ടിൽ എന്താ മക്കൾ അതേപോലെ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരു 3 മാസം ആ കോഴ്സിനൊന്ന് ചേർത്ത് നോക്കോണ്ടിട്ടോ. ഇതുപോലെ കഴിവുകൾ അവർക്ക് നന്നായിട്ടുണ്ടാവും. വൈകല്യം കാലം കൊണ്ടൊക്കെ വൈകല്യം ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ല സ്വബോധത്തോടു കൂടി ചെയ്യും. നമ്മൾ ചെയ്യൂല, ആയിട്ടങ്ങൾ ആ മൂലക്കൽ ഇരിക്കുള്ളൂ. അപ്പം എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരട്ടൊന്ന് കാണിച്ചു കൊടുത്തോണ്ടി. 3 മാസത്തെ കോഴ്സാണ്, ചെറിയ ഫീസുമാണ്. ഇങ്ങനത്തെ ഒക്കെ വാങ്ങി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ സെയിൽ ചെയ്യാം, മീഷോ കൂടെ കടയിലോ എങ്ങനെ ബൾക്കായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിങ്ങനെ ഞാൻ സത്യം പറയാം, ഞാനിത് വിൽക്കണുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കോളുകൾ വരും കേട്ടോ. എന്തിനാണ് കാര്യമായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളും അതേപോലെ ഫോട്ടോഷൂട്ടിനും ഒക്കെ ഇങ്ങനത്തെ വാങ്ങും. ഇതൊക്കെ ഭയങ്കര ഫ്ലിപ്കാർട്ടിലൊക്കെ ഷെയ്മോൾ ഇതിലൊക്കെ അടിച്ചു നോക്കിയാൽ 4000 ഉറുപ്പ്യക്ക് 4000 ഉറുപ്പ്യക്കൊക്കെ ആരെ വാങ്ങുക. അപ്പോൾ ഒരു മീഡിയം റേറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മുത്തിനൊന്നും അധികം വിലയല്ല കേട്ടോ. കുറച്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ആദ്യം നിങ്ങൾ ഈ കോഴ്സ് പഠിച്ച് ഇതുപോലെ ബാഗുകൾ, ഓർണമെൻറ്റ്സ്, കമ്മൽ, അതേപോലെ മാല ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിക്കാണ്ട് പഠിച്ചാലും ബെഡ് മെറ്റീരിയൽസ്, മുടിമിടണം ഒക്കെ അവരെ കയ്യിൽ അവൈലബിളാണ്. ചെറുതായിട്ട് ഇത് പഠിച്ചോലുണ്ടെങ്കിൽ അതിൻ്റെ മുത്തും പവിഴൊക്കെ ഓലെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിലും ബൾക്കുള്ള രീതിയിലൊക്കെ അവർ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് തരും കേട്ടോ. ഞാൻ കുറേ മുന്നേ ഞാൻ ബഡ് മെറ്റീരിയൽസ് ചെയ്യണമെന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഈ ഹെയർ ബെൻ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി ചോദിക്കാനും വേണ്ടി കണ്ടു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് അങ്ങനത്തെ മോഡൽസുകളൊക്കെ ഉണ്ട്, പഠിപ്പിച്ച് തരും ചെയ്യും. ചെറിയ ഫീസ്, 3 മാസം ചെറിയ കാലയളവിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് കണ്ടില്ല നിങ്ങൾ, അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ മാല നമ്മളെ ചുമ ഇത് കഴിഞ്ഞിട്ട് ഓരിയൊക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ബാഗ് ഷൈമോൾക്കട ഭയങ്കര ഇഷ്ടം. പിന്നെ ഷൈമോൾക്ക് വേറൊരു പരിപാടി ഞാൻ പരീക്ഷിച്ച് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ലാൻ തിന്നുകാണ്ട് എന്റെ ഡുണ്ടുമണി ആക്കിക്കണ ഓള് പറയാ. ലാൻ തിന്നുകാണ്ട് നിങ്ങളിന്റെ ഡുണ്ടുമണി ആക്കിയാണ്. ഞാൻ അടുത്ത പരീക്ഷണം കുറച്ച് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എന്തൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോ ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ മക്കൾ ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ മക്കൾക്ക് ഉപയോഗിച്ചിട്ട് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കണുണ്ടോ, അത് എഫക്റ്റ് ചെയ്യണുണ്ടോ, തടി ശരിയാവണുണ്ടോ, നിറം വെക്കുന്നുണ്ടോ, അതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ. കാരണം വെറുതെ ഒരാൾ പറഞ്ഞത് കുത്തി കലക്കിക്കാണ് ഞാൻ വിടലില്ല. അതിപ്പോൾ നമ്മളെ ലേഹത്തിൻ്റെ പരസ്യം അങ്ങനെ തന്നെ. ഞാനും എൻ്റെ മക്കളും തന്നെയാണ് എൻ്റെ ലേഹത്തിൻ്റെ പരസ്യം, ഹെയർ ഓയിലിൻ്റെ പരസ്യം. പിന്നെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ 2ാമത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പോവാണ്. ഫൈനലി എത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.